ഹായ് കൂട്ടുകാരെ, എനിക്ക് നല്ല തലവേദന കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മകൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അമ്മയ്ക്ക് നല്ല തലവേദനയാന്ന് പറഞ്ഞു. അപ്പം അതിനവൻ പറഞ്ഞ മറുപടി എന്താന്ന് കേൾക്കണ്ടേ? എങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണും. എങ്കിൽ മാത്രമേ അവൻ്റെ ചോദ്യത്തിന് നിങ്ങൾക്കൊരു മറുപടിയും തരാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും അവൻ്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കണം. കാരണം എന്നിൽ നിന്ന് അവനെ മറുപടി കിട്ടിയിട്ടില്ല. കിട്ടല്ല ചെയ്യാൻ ഞാൻ 2 അടിയാണ് കൊടുക്കുക. പക്ഷേ ഈ വയ്യാത്ത എൻ്റെ പൊന്നുമോനെനിക്ക് അടിക്കാൻ കൈ വന്നില്ല. കുറുമ്പനാണെങ്കിലും ദേഹിനെ കാണാലോ, കുറുമ്പനാണെങ്കിലും ഇവൻ എൻ്റെ ജീവനാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇതിനകത്തെല്ലാം പറ്റില്ല. കുസൃതി കൊള്ളിത്തരം മാത്രം ചോദിക്കുള്ളൂ വെച്ചാൽ തന്നെ ദേഷ്യപ്പെടാന്നൊക്കെ അല്ലാണ്ട് തല്ലിക്കത്തെല്ലാം പറ്റും. നമ്മുടെ പൊന്നുമോനല്ലേ, ഒരു പേര് കൈ മുടിയും കഴിച്ചോളൂ. അതുകൊണ്ട് അത്രയും നേരം വായ തുറക്കില്ലല്ലോ. ഭക്ഷണം കഴിക്കാം. തലവേദനിച്ചിട്ട് വയ്യ കണ്ണ, നല്ല തലവേദനയാ. അയ്യടാ, നല്ല ഉമ്മ. സ്നേഹം കൊണ്ടുള്ള ഉമ്മയാണ്. പക്ഷെ എന്റെ തലവേദന ഉമ്മ കൊണ്ട് മാറൂ. എന്റെ പൊന്നുമോനെ, അമ്മേ തല വെട്ടി പൊളിയാണ് തലവേദന. ചോദിക്കൂ. ഈ തലവേദന വരുമ്പോ തലയുടെ മോള് കൈ വെക്കുക. തലവേദനയാണോ നമുക്ക് നെറ്റി വേദനയാണോ? ഇവനോടൊക്കെ ഞാൻ എന്തിട്ടാ പറയാ അല്ലെങ്കിൽ തല വെട്ടി പൊളിയാണ് തലവേദന. എൻ്റെ ഇവന്റെ തുടച്ചാൽ ചോദ്യം കണ്ടില്ലേ? അല്ല എന്റെ കുട്ടിയെ, നിനക്ക് പനി തലവേദനക്ക് വരുമ്പോ ഞാൻ തലയിലാണ് തുണി നനച്ചു തരാറ്. നെറ്റിമല തലവേദന ഇടുന്നുണ്ടല്ലേ ഞാൻ നെറ്റിമ തുണി നനച്ചു തരാറ്. അപ്പക്ക് തലയിൽ നനച്ചിട്ട് എന്നാ പോലെ അന്നാവും. പനിക്കുമ്പോ തലയിൽ തുണി കൂടി നനച്ചിട്ട് അടിപൊളിയാവൂലേ? ഞാൻ ആൾക്കാരോട് ചോദിക്ക്, നമ്മുടെ വ്യൂവേഴ്സിനോട് ചോദിക്ക്, തലവേദന എടുക്കുമ്പോ തലവേദനയാണോ നെറ്റിമലാണോ വേദന എടുക്കാന്ന്. കൂട്ടുകാരെ, തലവേദന വരുമ്പോ തലമേല് ശരിക്ക് തലവേദന വരുമ്പോ എല്ലാവരും നെറ്റിമ കൈവയ്ക്കുക. ശരിക്ക് തലമേല് കൈവയ്ക്കണ്ടേ? എനിക്ക് എന്റെ അഭിപ്രായം അങ്ങനെയാ, തലമേ കൈവയ്ക്കണ്ടേ. വലിയ ചോദ്യത്തിനൊന്നും മറുപടി തരണേ, എനിക്ക് വയ്യ. അപ്പൊ എന്റെ വ്യൂവേഴ്സ് തരികയാണെങ്കിൽ എനിക്ക് അവനോട് പറയാലോ, ഇതാണ് ആൾക്കാർ ഇട്ടിരിക്കുന്നതെന്നുള്ളത്, ചേട്ടന്മാരും ചേച്ചിമാരിട്ടിരിക്കണെന്നുള്ളത്. അയ്യോ, എനിക്ക് നല്ല തലവേദന, നല്ല തലവേദന. രാവിലെ തുടങ്ങിയതാ നെറ്റി. പിന്നെ എന്താ പറയാ, അത്രയും ചൂടെടുക്കണ്ട നെറ്റിമെന്ന്. എന്നാൽ എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. പനി വരുന്ന പോലെയോ അല്ലെങ്കിൽ തൊണ്ടവേദന അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ നല്ല തലവേദന. രാവിലെ 4 മണിക്ക് എൻ്റെ പോട്ട് തുടങ്ങിയ തലവേദന. ആ തലവേദന വെച്ച് ഞാൻ പണികളൊക്കെ കഴിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് വന്നിട്ട് ഇവൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു വയ്യായ പറഞ്ഞ് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ തുടച്ചാറ് ചോദ്യങ്ങൾ അവൻ അങ്ങോട്ട് എടുത്തിടും. ഇപ്പം അതേ ചോദിച്ചാൽ പോലെ എന്താ തലേമ കൈ വയ്ക്കാണ്ട് നെറ്റിമ കൈ വയ്ക്കുന്ന വെച്ചിട്ട് ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും അവൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ഇനി എത്ര പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും അവൻ അംഗീകരിക്കില്ല കേട്ടാ. അവസാനം ഞാൻ തല്ലവനായിട്ട് തല്ലാകുമ്പോഴാണ് അവൻ പിന്നെ മിണ്ടാണ്ടിരിക്കുള്ളൂ. അതിന് എന്നും ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് തല്ലുകൊണ്ട ഒരവസ്ഥ വരിക. ഞാൻ പറഞ്ഞതാ ശരി, അതാണ് നീ എനിക്ക് തലേമുമ്പ് തന്നല്ല നെറ്റിമുമ്പ് തരണ്ട്. ഞാനേ തലേവേദന എടുക്കുമ്പോ നിന്റെ ഈ നെറ്റി ഇവിടെ ഒക്കെ കൊണ്ട് ഞാൻ നെറ്റി ഇങ്ങനെ വെക്കാറുണ്ട്. അവിടെ നല്ല തണുപ്പാകുമ്പോ ഇങ്ങനെ കൊണ്ട് വെക്കാറില്ലേ? അപ്പൊ നിനക്ക് ചൂടെടുക്കാറുണ്ടാ? നീ പറയാറില്ലേ നല്ല ചൂടുണ്ടാമെന്ന് പറയാറില്ലേ? ഇല്ലേ? നിന്റെ കൈ നല്ല തണുപ്പ് ഉണ്ടാകുമ്പോ അങ്ങനെ വെക്കണം. ആ തണുപ്പ് കിട്ടുമ്പോ നെറ്റിക്കൊരു സുഖം. അതുകൊണ്ടാണ് നമ്മൾ പനിക്കുമ്പോൾ തലവേദന എടുക്കുമ്പോൾ ചൂട് തലയ്ക്കടിക്കാതിരിക്കാൻ വേണ്ടി നെറ്റിയുമ്പോൾ തുണി നനച്ചിരുന്നത്. മനസ്സിലായ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാൻ? ഉണ്ട്, എന്തോ ഒരു എന്താ പറയാ കുർത്തക്കേട് പറയാനുണ്ട് അവന്. അത് അവൻ പറയട്ടെ. എനിക്കിപ്പോ ഇനി അത് കോട്ടിരിക്കാനായിട്ടുള്ള നേരമില്ല. കാരണം പയ്യ അതുകൊണ്ടാ ഇതൊക്കെ പണികളൊക്കെ കഴിഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും ഒന്ന് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വാങ്ങാൻ പോണേ. അപ്പൊ അത് വാങ്ങി വന്നാൽ ഡ്രസ്സ് അപ്പൊ പച്ചക്കറി എനിക്ക് സങ്കടം വരുന്ന സത്യത്തിലേക്ക് നിന്നെ ഞാൻ ഇടിക്കൂട്ടാ. നഖൊക്കെ വളർന്നതിന് വളരല് കണ്ടു. ദേവി പുലി നഖയില്ലോ. ഇന്ന് വെട്ടാ. ഇന്നെന്താ വെച്ചാൽ ശനിയാഴ്ചയല്ലേ, കുഴപ്പമില്ല. ചെമ്മള്ളി വെട്ടാൻ പാടില്ലല്ലോ. പിന്നെ ശനിയാഴ്ച കുഴപ്പമില്ല. നഖം വെട്ടാൻ സമ്മതിക്കുന്നത്. നഖം വെട്ടൽ വലിയൊരു ടാസ്ക്. അവന് എനിക്കും നഖം വെട്ടണ വിശേഷം ഞാൻ വേറെ ദിവസം വരാട്ടോ. അതിനിപ്പോഴേ ആദ്യം നേരം എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ നല്ല ചുട്ടടിയും. അത് കാരണം ഞാൻ നിർത്തുകയാണ്.